Okay, so what is greedy algorithm? Okay, algorithm. ഗ്രീഡി ആൽഗോരിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീഡിലി ഒന്നുമില്ല, ജസ്റ്റ് ഗ്രീഡിലി എല്ലാ സ്റ്റെപ്പിലും ലോക്കലി ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യും. സോ ദാറ്റ് അത് എത്തിച്ചേരുക ആക്ച്വലി നമുക്ക് എന്താണോ വേണ്ടത്, ഗ്ലോബലി ഒപ്റ്റിമം ആയിട്ടുള്ള സൊല്യൂഷൻ അതിലേക്ക് ചേരും. ഓക്കെ, ഒന്നും മനസ്സിലായിണ്ടാവില്ല. ജസ്റ്റ് ഫൈൻഡിങ് ലോക്കലി ഒപ്റ്റിമം സ്റ്റെപ്പ് ലീഡ്സ് ടു ഗ്ലോബലി ഒപ്റ്റിമം സൊല്യൂഷൻ. ഇതൊക്കെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗ്രീഡി ആൽഗോരിതത്തിന്റെ പറയാം. ഇപ്പൊ എന്താ ഗ്രീഡി ആൽഗോ അത് തന്നെ മനസ്സിലാവും ആദ്യം ഇങ്ങനെ വായിച്ചു പോവാം. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ക്വസ്റ്റ്യൻ്റെ ഫൈൻഡ് ദ മാക്സിമം ഓഫ് സംതിങ് ഓർ മിനിമം ഓഫ് സംതിങ് എന്നൊക്കെ വരുമ്പോൾ ആദ്യം ആലോചിക്കണം, ഓ ഇത് മേ ബി ഗ്രീഡി ആൽഗോരിതം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാകാം. അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. മാക്സിമൈസേഷൻ ഒരു മിനിമൈസേഷൻ പ്രോബ്ലം കാണുകയാണെങ്കിൽ അതൊന്ന്. പക്ഷെ അത് കണ്ടാൽ മാത്രം അങ്ങോട്ട് ഗ്രീഡി യൂസ് ചെയ്യണ്ട. സെക്കൻഡ്, അതിൽ വർക്ക് ആവേണ്ട സംഭവം എല്ലാ സ്റ്റെപ്പിലും എന്തെങ്കിലും ഒരു ഓർത്ത് വെച്ച എല്ലാ സ്റ്റെപ്പിലും ചെറിയൊരു പ്രോസസ്സ് ചെയ്താൽ അത് ഐട്രേറ്റീവ്ലി ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തണം. അങ്ങനത്തെ പ്രോബ്ലംസ് മാത്രമേ നമ്മൾക്ക് ഗ്രീഡി കൊണ്ട് സോൾവ് ചെയ്യാനേ പറ്റുള്ളൂ. അത് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ നോ ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് ഒരു ടേം ആണ്, ബട്ട് അതിപ്പോ ജസ്റ്റ് ബാക്ക് പോണില്ല എന്ന് അങ്ങനെ അതോട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, എനിവേസ് ഇതിന്റെ രണ്ട് വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതൊന്ന് നോക്കിയാൽ മതി. അത് നോക്കിയാൽ തന്നെ രീതി മനസ്സിലാവും. ബട്ട് ഓക്കെ. സോ എന്താ ഈ മാക്സിമൈസേഷൻ മിനിമൈസേഷൻ പ്രോബ്ലം? പിന്നെ ഒരു ഗ്രീഡി ആൽഗോരിതത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവും? ഇത് എനിക്ക് നല്ല ഇതായി തോന്നി ക്വസ്റ്റ്യൻ. ബെസ്റ്റ് ടൈം ടു ബൈ ആൻഡ് സെൽ സ്റ്റോക്സ് 122. ഇത് ലീഡ് കോഡ് എന്നാണ്. അപ്പോൾ ഒന്നുമില്ല, ലീഡ് കോഡ് പോവുക ആദ്യം, പിന്നെ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാവും. പ്രോബ്ലംസിൽ 122 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതന്നെ വരും. എൻ്റർ കൊടുക്കുക, ഇതിലേക്ക് കയറും. ഓക്കെ, ആദ്യം ഇന്റർഫേസ് ഇങ്ങനെയാവും. ഒരു ലൈക്ക് ക്വസ്റ്റ്യൻ, എന്നിട്ട് ഇവിടെ കോഡ് ചെയ്യാനുള്ളത് ഞാൻ കോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അതല്ല. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ് ഗ്രീഡി ആൽഗോരിതത്തിന്റെ. യു ആർ ഗിവൺ ആൻ ഇന്റീജർ അറേ prices where prices of I is the price of a given stock in the ith day. Okay, on each day you may decide whether you can hold at most. ഇതൊന്നും കാര്യമില്ല, ജസ്റ്റ് ഇത് ആദ്യം സോൾവ് ചെയ്യാൻ നോക്ക് ഈ ക്വസ്റ്റ്യൻ. കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് പോസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ നോക്ക്. എനിവേസ്, ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഫൈൻഡ് ആൻഡ് റിട്ടേൺ ദ മാക്സിമം പ്രോഫിറ്റ് യു ക്യാൻ അച്ചീവ്. ഓക്കെ, ഇത് ഇവിടെ മാക്സിമം എന്നൊരു വാക്ക് ഉണ്ട്. അപ്പോ ആദ്യം ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഓക്കെ മേ ബി ഗ്രീഡി വെച്ചിട്ടാകും സോൾവ് ചെയ്യാം. മാക്സിമം എന്ന് വാക്ക് കണ്ടു. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇത് ഗ്രീഡിയാണ് യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ലോക്കലി ഒപ്റ്റിമം സ്റ്റെപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ലീഡ്സ് ടു ഗ്ലോബലി ഒപ്റ്റിമം ആണെന്ന്. എങ്ങനെ അത് പറഞ്ഞുതരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണം അതിന് ആദ്യം. അതിന്റെ മുന്നേ ഓക്കെ, സോ നീ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടാവും. ഞാൻ ഡയറക്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാ. പെയിന്റ്. ഓക്കെ, സോ അതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് കേസിനെ അങ്ങനെ നോക്കാം. ഇതില് 71536 ലാസ്റ്റ് എന്തായിരുന്നു? ലാസ്റ്റ് 4. ഓക്കെ, പിന്നെ അവര് പറയണത് ഔട്ട്പുട്ട് 7 ആണ്. സോറി 4 ആണെന്നല്ലേ. ഓക്കെ 7. ഓക്കെ, 7 തന്നെ. ഓക്കെ, സോ ഇത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് 7 വന്നു. അപ്പോൾ എങ്ങനെ വന്നു? ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എങ്ങനെ ഇത് പറയുക, നമുക്ക് മാക്സിമം കിട്ടണ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സോ ഇതിലിപ്പോ മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ് പറയുമ്പോൾ ഇവര് എന്താ ഉദ്ദേശിക്കണ? ഇപ്പോ നമുക്ക് ഇവിടെ ബൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബൈ
ചെയ്യാൻ പറ്റില്ല, അത് പോസിബിൾ അല്ല. ഓക്കെ, സോ അല്ലല്ല, ആക്ച്വലി പോസിബിൾ ആണ്. ഇവിടെ ബൈ ചെയ്യാൻ പറ്റും 7 ബൈയില്, പക്ഷെ വണ്ണ് വണ്ണിന് സെല് ചെയ്യണത് ശരിയല്ലല്ലോ. എന്താ വെച്ചാൽ 7 ബൈ ചെയ്ത ശേഷം വണ്ണിന് സെല് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ലൈക്ക് നെഗറ്റീവ് ആവുമല്ലോ. അപ്പോൾ അത് പാടില്ല. പിന്നുള്ളത് ഇപ്പോ വൺ ഈ വണ്ണിന് ബൈ ചെയ്യാം, എന്നിട്ട് 5ന് സെല് ചെയ്യാം. ഉം. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ വണ്ണിന് ബൈ ചെയ്തിട്ട് 6ന് സെല് ചെയ്യാം. അപ്പൊ പ്രോഫിറ്റ് എത്രയായി? 5 ആയി. മുന്നത്തെ കേസിൽ എത്രയായിരുന്നു? ഇത് 5 - 1 4 ആയിരുന്നു. അപ്പോൾ ഇതിപ്പോ 5 - 1 4, അതൊരു പ്രോഫിറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ 6 - 1 അതൊരു പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതല്ലാണ്ട് വേറെയും കുറെ കേസസ് ഉണ്ട്. വേറെന്താ? വേറെ പറയുമ്പോ ഇപ്പോ 5ന് ബൈ ചെയ്യാം, പിന്നെ 6ന് സെല് ചെയ്യാം. അപ്പോ ഒന്ന് പ്രോഫിറ്റ്. അങ്ങനെ അപ്പൊ മനസ്സിലായില്ലേ? ജസ്റ്റ് കുറവില് ബൈ ചെയ്തിട്ട് കൂടുതൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ്. അപ്പൊ ഇതിലിപ്പോ മാക്സിമം പ്രോഫിറ്റ് എത്ര കിട്ടും? ഈ ഈ ഡേയ്സ് ഒക്കെ നമുക്ക് ബൈ ചെയ്യാം ആൻഡ് സെല്ല് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഔട്ട്പുട്ട് 7 ആണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഔട്ട്പുട്ട് 7 വന്നു വെച്ചാ ഇങ്ങനെ വന്നു. ഇവിടെ ബൈ ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു. ഇതിപ്പോ എത്ര? 4 ആയി. പിന്നെ ഇവിടെ ബൈ ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു. ഇതെത്ര? 3 ആയി. സോ ഇത് രണ്ടെണ്ണം പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടൽ 7. അങ്ങനെയാണ് ഈ ഔട്ട്പുട്ട് വന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് എവിടെ ബൈ ചെയ്യണം, എവിടെ സെല്ല് ചെയ്യണം, അപ്പോൾ അതൊക്കെ ചെയ്ത ശേഷം മാക്സിമം എത്ര പ്രോഫിറ്റ് കിട്ടും ഈ സെറ്റ് ഓഫ് ഇതിന്ന് വാല്യൂസ്. ഓൾറൈറ്റ്. അപ്പോ അതങ്ങനെ. അപ്പൊ എങ്ങനെ ചെയ്യണം? ഇതെങ്ങനെ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതെങ്ങനെ ഗ്രീഡി ആണെന്ന് മനസ്സിലായി. മാക്സിമൈസേഷൻ മിനിമൈസേഷൻ അത് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു, മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഗ്രീഡി എങ്ങനെയാ മനസ്സിലായത്? അപ്പോ ഗ്രീഡിക്ക് 2 പാർട്ട് ഉണ്ട്, വിച്ച് ഇസ് ദാറ്റ്. ഓക്കെ, ഗ്രീഡിക്ക് 2 പാർട്ട് ഉണ്ട്. ഗ്രീഡിക്ക് ആദ്യമുള്ള ഒരു കണ്ടീഷനാണ്, പിന്നുള്ളത് സ്റ്റെപ്പ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനില് കണ്ടീഷൻ എവിടെയാണ്, സ്റ്റെപ്പ് എവിടെയാണ്? അതിവിടെ എഴുതാല്ലേ. ഓക്കെ, 7 1 5 3 6 and 4. ഓക്കെ, ഇതില് കണ്ടീഷൻ എന്താണ്? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടീഷൻ എന്താ വെച്ചാൽ ബൈ ചെയ്യുമ്പോൾ കുറവാവണം ആൻഡ് സെല്ല് ചെയ്യുമ്പോൾ കൂടുതലാവണം. ഇത് ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇത് ഇവിടെ അല്ല. അപ്പോ ബൈ ഇവിടെയാണ് ചെയ്യേണ്ടത് ആൻഡ് സെല്ല് ഇവിടെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ബൈ ഇവിടെയാണ് ചെയ്യേണ്ടത് ആൻഡ് സെല്ല് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾക്ക് ബൈ പിന്നെ ഇവിടെ സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താ വെച്ചാ സെല്ല് എപ്പോഴും ഗ്രേറ്റർ ദാൻ ബൈ ആണ്. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ ഇതാണ് ഈ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നമ്മൾക്ക് ക്ലിക്കായാലാണ് മനസ്സിലാവുക ഇതൊരു ഗ്രീഡി പ്രോബ്ലം ആണെന്ന്. അപ്പൊ എന്താണ് സ്റ്റെപ്പ്? ഇപ്പൊ പറഞ്ഞു കണ്ടീഷൻ ഇതാണ്, ദാറ്റ് ബൈ ഷുഡ് ബി ലെസർ ദാൻ സെല്ലെന്ന്. ബട്ട് സ്റ്റെപ്പ് പറയുമ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പോ ഇവിടെ കൂടെ എഴുതാം, 3 6 and 4. ഓക്കെ, ഇതിലെന്താ സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. ലോക്കലി ഒപ്റ്റിമം ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താവും? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോവുക. ഓരോരോ ഇവിടെ ഓരോ ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ പിന്നാലെ ഓക്കെ, ഇത് അതിനായിട്ട് നല്ലത് ജസ്റ്റ് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇതാണ് അതിന്റെ ആൻസർ.
ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണിത്. ഇപ്പം ഇതൊന്നും നോക്കണ്ട, ലൂപ്പ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇവിടെയാണ് ലോക്കലി ഒപ്റ്റിമം സ്റ്റെപ്പ്, വിച്ച് ഇസ് ദാറ്റ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം എന്താ ഇവിടെ ചെയ്യണത്? ഓക്കെ, ഐനെ നമ്മൾ ഇവിടെ പോയിന്റ് ചെയ്യണം. ഐനെ നമ്മൾ ഇവിടേക്ക് പോയിന്റ് ചെയ്യണം. എന്നിട്ട് ചോദിക്കണു, ഇപ്പോ ഐയത്തെ എലമെന്റും i-1 എലമെന്റും കമ്പയർ ചെയ്യാം. ഐയത്തെ എലമെന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ i-1 എലമെന്റ്. ഇതൊരു കണ്ടീഷനാണ്. ഇത് നമ്മുടെ കണ്ടീഷൻ തന്നെ ആയിരുന്നു അല്ലെങ്കിലും. എന്നാലാണല്ലോ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. വേർ സെല്ലിംഗ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബൈയിങ്, സെല്ലിംഗ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബൈയിങ് പ്രൈസ്. ഓക്കെ, പക്ഷേ ഇതിപ്പോ സാറ്റിസ്ഫൈ ചെയ്യണില്ല. ഓക്കെ, സോ ഐ ഇവിടുന്ന് മാറിയിട്ട് ഐ ഇവിടേക്ക് എത്തി. ഓക്കെ, ഐ ഇവിടേക്ക് എത്തി. ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്താ വെച്ചാൽ ith element is 5 and i-1 element is 1, so 5 is greater than 1. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ലൂപ്പ് കയറി. ആ ലൂപ്പ് കയറി ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ആ കണ്ടീഷൻ. ഇഫ് പ്രൈസസ് ഓഫ് ഐ is greater than prices of i-1, ith element greater than i-1 element ആണെങ്കിൽ പ്രോഫിറ്റ് പ്ലസ് ഈക്വൽ ടു പ്രൈസസ് ഐ മൈനസ് പ്രൈസസ് i-1. ഇതാണ് ലോക്കലി ഒപ്റ്റിമം സ്റ്റെപ്പ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രോഫിറ്റ് എന്നൊരു വേരിയബിൾ ആദ്യം തന്നെ വേണമെങ്കിൽ പ്രോഫിറ്റ് എന്നൊരു വേരിയബിൾ ആദ്യം തന്നെ 0ക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ഓൾറൈറ്റ്, പിന്നെ വെൻ ith element is greater than i-1 element, ജസ്റ്റ് ഈ 5 ഓക്കെ, അങ്ങനെയല്ല, profit will be equal to profit plus ith element minus i-1 element. അതാവും ഇപ്പൊ നടക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കലി ഒപ്റ്റിമം സ്റ്റെപ്പ്. ഓക്കെ, ലോക്കലി ഒപ്റ്റിമം സ്റ്റെപ്പ് പറയാനുള്ള കാരണം എന്താണ്? ഇതിപ്പോ നീ ആലോചിച്ച് നോക്ക്, ഇതിപ്പോ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രോഫിറ്റ് പ്ലസ് ith മൈനസ് i- എലമെന്റ് 1 എലമെന്റ് പറയുമ്പോൾ ഇപ്പൊ എന്താവും? പ്രോഫിറ്റ് എന്തായിട്ട് മാറും? ഇപ്പൊ ഞാൻ ജസ്റ്റ് പി എന്ന് എഴുതാം കേട്ടോ. പ്രോഫിറ്റ് എന്തായി മാറും വെച്ചാൽ 0, എന്താ വെച്ചാൽ ആദ്യം 0 ആയിരുന്നു, അത് പ്ലസ് 5 മൈനസ് 1 വിച്ച് ഇസ് 4. ഓക്കെ, അടുത്ത ഐട്രേഷനിൽ വരുമ്പോൾ ഐ ഇവിടുന്ന് മാറിയിട്ട് ഇവിടേക്ക് വരും. ഐ ഇവിടേക്ക് വരും. ഐ ഇവിടേക്ക് വന്ന ശേഷം എവിടേക്ക്? ഇപ്പോൾ ഐ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ 3 is lesser than 5 ആണല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യില്ല, റൈറ്റ്? അപ്പോൾ ഇവിടെ ആയിട്ട് കാര്യമില്ല. അപ്പോൾ ഐ പിന്നെ ഇവിടേക്ക് എത്തി. ഐ ഇവിടേക്ക് എത്തിയ ശേഷം എന്താവും? 6 is greater than 3, so ith element is greater than i-1 element. കണ്ടീഷൻ മീറ്റ് ചെയ്തു. നമ്മൾ പിന്നെ ഇങ്ങോട്ട് കയറി, ഈ ഒരു ഇതിലേക്ക് കയറി. പ്രോഫിറ്റ് അപ്പം എന്താവും? പ്രോഫിറ്റ് അല്ലെങ്കിൽ 4 ആയിരുന്നു, ഓർത്ത് വെച്ചോ. പ്രോഫിറ്റ് 4 ആയിരുന്നു. 4 പ്ലസ് 6 മൈനസ് 3, 6 മൈനസ് 3 which is 10 minus 7, റൈറ്റ്? ഇപ്പൊ പ്രോഫിറ്റ് ഇപ്പൊ 7 ആയി. പിന്നെയും ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണോ? ഐ ഇവിടുന്ന് മാറിയിട്ട് ഇവിടെ എത്തി. ഇവിടെ എത്തിയ ശേഷം ith element is greater than i-1 element ആണോ? അപ്പോ ഐ പിന്നെ പുറത്തേക്ക് ചാടി ഇവിടേക്ക് എത്തി, ലൂപ്പ് എക്സിറ്റ് ആവും. അതാണിപ്പോ നടക്കുന്നത്. ഇതാണിപ്പോ നടന്നത്. ഇതിപ്പോ മനസ്സിലാകണം എന്നില്ല, ബട്ട് അത് കുഴപ്പമില്ല. 2-3 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും.
ബട്ട് ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഗ്രീഡി ആൽഗോറിതം റിലേറ്റഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ കണ്ടീഷനൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ക്ലിക്ക് ആവും കാര്യങ്ങളൊക്കെ. ഈ സ്റ്റെപ്പ് ആദ്യം തന്നെ ക്ലിക്ക് ആവണം, അതാണ് ട്രിക്കി പാർട്ട്. ഈ സ്റ്റെപ്പ് ക്ലിക്കായി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഗ്രീഡി ആണ് എന്ന്. ഗ്രീഡി ആണെന്ന് മനസ്സിലായാലാണ് കണ്ടീഷൻ നമുക്ക് ഓർക്കാൻ തോന്നുള്ളൂ, അങ്ങനെയൊക്കെ. ഈ സ്റ്റെപ്പ് എന്താ ഇതിൽ? ഇപ്പോൾ സ്റ്റെപ്പ് ഇത് കണ്ടപ്പോൾ എന്താ മനസ്സിലായി? സ്റ്റെപ്പിൽ മനസ്സിലായി എന്താ വെച്ചാൽ ഈ ഐ ഇങ്ങനെ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിലായി. പക്ഷെ അത് മാത്രല്ല, ഈ ഒരു പാർട്ട് ഇത് തന്നെ അങ്ങോട്ട് ക്ലിക്ക് ആവണം. ഈ ഒരു ഫോർമുല പെട്ടെന്ന്. ഈ ഫോർമുലയാണ് സ്റ്റെപ്പ്. ഫോർമുല ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഗ്രീഡി യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്വന്തം സോൾവ് ചെയ്യാൻ നോക്ക്. ആൻഡ് ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ബെസ്റ്റ് ടൈം ടു ബെസ്റ്റ് ടൈം ടു ബൈ ആൻഡ് സെൽ സ്റ്റോക്ക് 2 എന്ന്. അപ്പോൾ അതിന്റെ ആൻസർ ലൈക്ക് ആനിമേഷൻ വഴി ആൾക്കാർ പഠിപ്പിക്കും. അതൊന്ന് നോക്കി നോക്കുക, അപ്പോൾ പിടികിട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ഗീഡിയുടെ. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 455. 455 വേണോ അതോ ഐ ഗസ് ഓക്കെ 455. സോ ഇതൊരു ക്വസ്റ്റ്യൻ, അസൈൻ കുക്കീസ്. ഇതാണ് കോമൺ ക്വസ്റ്റ്യൻ ഗ്രീഡിക്കുള്ളത്. അപ്പം ആദ്യം ഇത് വായിക്കും, നീ പോസ് ചെയ്തിട്ട് വായിക്കാൻ നോക്ക് ഈ കാര്യങ്ങളൊക്കെ. ഞാനത് വായിച്ച് മനസ്സിലാക്കി. ഡയറക്റ്റ് ഇതിക്ക് കയറാം. ഓക്കെ, സോ നീ വായിച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിപ്പോൾ എങ്ങനെയാണ് ഗ്രീഡി ആയെന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യം എനിക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ആ ഒരു ഫീലിംഗ് തോന്നി. എങ്ങനെയാണ് ഇവിടെ ഒരു മാക്സിമൈസ് എന്നുള്ള ഒരു വാക്കുണ്ട്. യുവർ ഗോൾ ഇസ് ടു മാക്സിമൈസ് ദ നമ്പർ ഓഫ് കണ്ടന്റ് ചിൽഡ്രൻ ഔട്ട്പുട്ട് ദ മാക്സിമം നമ്പർ. ഈ 2-3 പ്രാവശ്യം മാക്സിമം എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ഗ്രീഡി എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു ഗ്രീഡായിട്ട് ബന്ധമുണ്ട്. പിന്നെ അത് പോരാണ്ട് ഗ്രീഡ് ഫാക്ടർ എന്നൊക്കെ പറയുമ്പോൾ അതറിയില്ല. ബട്ട് മാക്സിമൈസ് എപ്പോഴും ഓർത്ത് വെച്ചോ. ഓക്കെ, ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ് പറയണത്. ഒരു അറേ ഉണ്ട്, ഇതാണ് ജി ആൻഡ് ഇതാണ് എസ്. ഇത് ഗ്രീഡ് ഫാക്ടർ ആണ് കുട്ടികളുടെ, ആൻഡ് എസ് ആണ് നമ്പർ ഓഫ് കുക്കീസ് ഉള്ളത്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്, ഒരു സെക്കൻഡ് ഇവിടെ ഇതൊന്ന് കളയട്ടെ. ഓക്കെ, സോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ വെച്ചാൽ എത്ര കുട്ടികളെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം നമുക്കുള്ള കുക്കീസ് വെച്ചിട്ട്. അതാണ് അവർ ചോദിക്കുന്നത്, അത്രേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവണമെന്നില്ല. ബട്ട് ശരിക്കും ആ ക്വസ്റ്റ്യൻ വായിച്ച ഒരിക്കലും മനസ്സിലാവില്ല. ഈ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, പക്ഷെ ഞാൻ നോക്കിയത് ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് പിടികിട്ടാറില്ല. ജസ്റ്റ് ഈ ഇതിന്റെ ടെസ്റ്റ് കേസസിന്റെ പാറ്റേൺ നോക്കുക. ഇപ്പോൾ ജി ഇസ് ഇക്വൽ ടു 1 2 3 ആൻഡ് എസ് ഇസ് ഇക്വൽ ടു 1 1, ഔട്ട്പുട്ട് 1. നമുക്കറിയാം ഇതെന്തോ ലൈക്ക് കുട്ടികൾക്ക് കുക്കീസ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിപ്പോ ഈ 1 എന്നുള്ള കുക്കി ഈ ഗ്രീഡ് ഫാക്ടറിന് പറ്റുമല്ലോ, ബിക്കോസ് ഫുൾ സാറ്റിസ്ഫൈ ചെയ്യല്ലോ. ഈ കുട്ടിയുടെ ഗ്രീഡ് ഫാക്ടറിന് ഈ ഒറ്റ കുക്കി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ബട്ട് ബാക്കി ഇപ്പൊ ഒരു കുക്കി ഉണ്ട്. ഇത് ആ കുട്ടിക്ക് 2 കുക്കി വേണം. അപ്പൊ ഗ്രേഡ് ഫാക്ടർ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോ ആകെ ഒറ്റ കുട്ടീനെ മാത്രം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ഔട്ട്പുട്ട് 1. പിന്നുള്ള എന്താ അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് ഒരു കുക്കി ഉണ്ട്, ഒറ്റ 1 ഗ്രീഡ് ഫാക്ടർ ഉള്ള ഒരു കുട്ടിയുണ്ട്. സോ ഈ ഒറ്റ കുക്കി ഈ കുട്ടിക്ക് കൊടുത്തു, ഒരു കുട്ടി സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ഉള്ളത് 2 കുക്കി ഉണ്ട് നമ്മുടെ കയ്യിൽ, ആൻഡ് 2 ഗ്രീഡ് ഫാക്ടർ ഉള്ള ഒരു കുട്ടിയുണ്ട്. സോ ഈ കുട്ടിക്ക് കൊടുത്തു, ആ കുട്ടിയും സാറ്റിസ്ഫൈ ആയി. പിന്നെ മൂന്നാമത്തെ കുക്കി ബാക്കിയുണ്ട്, 3 കുക്കി ഇനിയും ബാക്കിയുണ്ട്. ബട്ട് അത് കാര്യമില്ല, എന്താ വെച്ചാൽ കുട്ടികളുടെ എണ്ണം തീർന്നു. സോ 2 കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആയി, അത് കാരണം ഔട്ട്പുട്ട് 2. ഇതിപ്പോ മനസ്സിലായിന്ന് വരില്ല, അപ്പൊ ഞാൻ പറയാം. അപ്പൊ ഇപ്പൊ മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ എനിക്കും പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ടെസ്റ്റ് കേസസ് നമ്മൾ സ്വന്തം മനസ്സിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ കിട്ടും. ഓക്കെ, ഇതാണല്ലേ ഇവർ ഉദ്ദേശിക്കണം, അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ആൻഡ് എങ്ങനെ പ്രൊസീഡ് ചെയ്യുക ചോദിക്കുമ്പോൾ മാക്സിമൈസ് എന്നൊക്കെ കണ്ട ഗ്രീഡി യൂസ് ചെയ്യണം എന്ന് വെറുതെ ഒരു ഫീലിംഗ് വരണം. ഓക്കെ, ഫൈൻ. അപ്പോ അവരുദ്ദേശിക്കുന്നത് അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞതിന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. ജസ്റ്റ്
ഇവിടെ വൺ എന്താ എഴുതാത്തത്? ഓക്കെ ഓക്കെ, ഇവിടെ വൺ, ഇത് വൺ. അപ്പോൾ ഒരു കുട്ടി n=1. പിന്നുള്ളത് ഇവിടെ നമുക്ക് ഒരു കുക്കി ഉണ്ട്, ബട്ട് ഇവിടെ ഗ്രീഡ് ഫാക്ടർ 1 ഉള്ള വേറൊരു കുട്ടിയില്ല. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് =1. അത്രേ ഉള്ളൂ. ഈ വണ്ണും വണ്ണും എങ്ങനെ ഈക്വലായി? ലൈക്ക് ഈക്വലായി മീനിങ് അതാണ് ഈക്വൽ ആവേണ്ടത് എന്നുള്ള കാര്യം. എന്തായാലും എത്രയാണോ നമ്പർ ഓഫ് കുക്കീസ്, അത് ഏത് കുട്ടിക്കാ ഇതിൽ സാറ്റിസ്ഫൈ ആവുക? ഗ്രീഡ് ഫാക്ടർ 1 ഉള്ള കുട്ടിക്കാണല്ലോ. 2 ഉള്ള കുട്ടിക്ക് ഈ 1 കൊടുത്തിട്ട് കാര്യമില്ല. എന്തായാലും ഗ്രീഡ് ഫാക്ടർ 1 ഉള്ള കുട്ടിക്കല്ലേ ഇത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. എന്നാലെയാണ് ആ കുട്ടി സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. നമ്മൾക്ക് അതാ കണ്ടുപിടിക്കേണ്ടത്. ലൈക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ മാക്സിമൈസ് ദ നമ്പർ ഓഫ് യുവർ കണ്ടന്റ് ചിൽഡ്രൻ, സാറ്റിസ്ഫൈഡ് ചിൽഡ്രൻ. ഓക്കെ, അതാണ്. അപ്പോൾ അടുത്ത ഒരു ടെസ്റ്റ് കേസ് പറയുമ്പോൾ 1 2 1 2 3. ഓക്കെ, G = 1ഉം 2ഉം, F = 1 2 പിന്നെ 3. ഫൈൻ. ഇതിൽ നമ്പർ ഒരു കുക്കി ഉണ്ട് ആൻഡ് ഗ്രീൻ ഫാക്ടർ 1 ഉള്ള ഒരു കുട്ടിയുണ്ട്. സോ n ഇപ്പം തന്നെ 1 ആയി. ആൻഡ് അതിനുശേഷം 2 ഉണ്ട്, 2 കുക്കി, ആൻഡ് ഗ്രീൻ ഫാക്ടർ 2 ഉള്ളൊരു കുട്ടിയുണ്ട്. സോ ഇത് മാറിയിട്ട് ഇത് 2 ആയി. മറ്റേത് കെയർ ചെയ്യുന്നില്ല ബിക്കോസ് കുട്ടികളുടെ എണ്ണം തീർന്നു. ഓക്കെ ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷനിൽ നമ്മളിപ്പോൾ ഗ്രീഡി ആണെന്ന് മനസ്സിലായി, ബട്ട് ഇതിൻ്റെ എങ്ങനെ ഇത് സോൾവ് ചെയ്യും? ഓക്കെ, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ജസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന്നേ ഉള്ളൂ. അപ്പം ഇതിലിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതാണ് അതിൻ്റെ ഐ ഗസ് കണ്ടീഷൻ വരിക. ഇതാണ് കണ്ടീഷൻ ആൻഡ് ഇതാണ് അടുത്താണ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് രണ്ട് ഇൻക്ലൂഡിങ് ആണ്, ബട്ട് ഓക്കെ. സോ കുക്കി അത് പറഞ്ഞുതരാം. ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, സോ ഞാൻ ആ ടെസ്റ്റ് കേസ് ഇവിടെ എഴുതിയെന്നുള്ളൂ. ഇതിൽ കണ്ടീഷൻ എന്താ പറയണത് വെച്ചാൽ, ഈ എന്തായാലും 1 എന്നുള്ള ഇപ്പോൾ ഒരു കുക്കി ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് നമ്മൾക്ക് ഈ 2 ഗ്രീഡ് ഫാക്ടർ ഉള്ള കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കോമൺ സെൻസ് ആണല്ലോ. ബിക്കോസ് ഈ കുട്ടിക്ക് 2 കുക്കി മീൻ 2 ഗ്രീഡ് 2 ഗ്രീഡ് ഫാക്ടർ ആണുള്ളത്. സോ ഒരു കുക്കി കൊടുത്തിട്ട് കാര്യമില്ല. സോ അത് കൊടുക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ സിമ്പിൾ കണ്ടീഷൻ ഇസ് ദാറ്റ് എത്രയാണോ കുക്കി, കുക്കി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രീഡ് ഫാക്ടർ. ഗ്രീഡ് അത്രേ ഉള്ളൂ. ഇതാണ് ആകെയുള്ളൊരു കണ്ടീഷൻ ഐ ഗസ്. ആൻഡ് പിന്നുള്ളത് സ്റ്റെപ്പ്. അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെ ട്രാവൽസ് ചെയ്ത് പോവുക വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഉണ്ട് 1 2 3. ഓക്കെ, ആൻഡ് 1, 1. ഫൈൻ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഐ എന്നുള്ളൊരു സംഭവം ഒരു പോയിന്റ് ചെയ്ത് വെക്കാം വെറുതെ. ഇവിടെ ഐ പോയിന്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ ഓക്കെ, ഐ പോയിന്റ് ചെയ്ത ശേഷം നമ്മൾ നോക്കണു ദാറ്റ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണോ ആണോ നോക്കുക. ലൈക്ക് ഈ 1ഉം ആദ്യം ചെക്ക് ചെയ്യുക. ഇപ്പൊ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അത് ഈക്വൽ ആണ്. 1ഉം 1 ഈക്വൽ ആയതുകൊണ്ട് ഈ ഐനെ പിടിച്ച് ഇവിടെ ആക്കുക. പിന്നെ ഈ 1ഉം ഈ 2ഉം ചെക്ക് ചെയ്യുക. പക്ഷെ ആവില്ല ബിക്കോസ് ഐ ഗസ് കുക്കി ഇസ് ലെസർ ദാൻ ഗ്രീഡ് ഫാക്ടർ. ഫൈൻ. അപ്പോൾ ഐ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം കുക്കി തീർന്നു. സോ തീർന്നു, അതോടെ കഴിഞ്ഞു. അപ്പോൾ ആകെ ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയത് ഔട്ട്പുട്ട് ഇസ് 1. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 1ഉം എന്തായിരുന്നു അത്? 1 2 1 2 3 അല്ലേ? ഓക്കെ, 1 2 പിന്നെ 1 2 3 and this is SM and this is G. All right. അപ്പോൾ ഇതിൽ ഇത് പറ്റുമോ നോക്കുക. പറ്റും.
സോ ഈ ഐനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടേക്ക് എത്തിച്ചു. ഐ ഇവിടെ എത്തി. പിന്നെ ഇതാവുന്നുണ്ട്. സോ ഐ ഇവിടുന്ന് പോയിട്ട് ഐ ഇവിടെ എത്തി. കുട്ടികളുടെ എണ്ണം തീർന്നു. സോ 2 കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആയി. സോ ഔട്ട്പുട്ട് ഇസ് 2. ഓക്കെ, ഔട്ട്പുട്ട് 2 ആയി. 2 കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ ഇതാണ് ബേസിക്കലി നടക്കുന്നത് ഈ ഒരു ഹോൾ ക്വസ്റ്റ്യനിൽ. കണ്ടീഷൻ പിന്നെ സ്റ്റെപ്പ്. സോ ഗ്രീഡി ആൽഗോരിതം വെച്ച് സോൾവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. അതിന്ന് പഠിക്കാവും ബെറ്റർ. ഞാൻ ജസ്റ്റ് ഗ്രീഡിക്കുള്ളൊരു ഇൻട്രോ തന്നു തന്നെ ഉള്ളൂ. അതെന്തായാലും നോക്കണം. ഗ്രീഡി ആൽഗോരിതത്തിന്റെ ഓരോരോ വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. പിന്നെയൊക്കെ തന്നെ ക്ലിക്ക് ആവും. ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാൻ വിചാരിച്ചു. അടുത്ത ഗ്രീഡി പ്രോബ്ലം 605. സോ ഇത് നല്ല സിമ്പിളാണ്. ആദ്യം ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിക്കുക. അതിനുശേഷം ഇപ്പോ ഇതിൽ ഒരു ഫ്ലവർ ബെഡ് പറഞ്ഞ ഒരു അറേ തരും, ഒരു ലിസ്റ്റ് തരും. ആൻഡ് n = 1 എന്ന് തരും. അപ്പൊ ഈ 1 ഇതൊരു ഐ ഗസ് ഫ്ലവറിന്റെ ഒരു ഫ്ലവർ ആണ്. ആൻഡ് ഇതിന്റെ ലൈക്ക് ഈ ഫ്ലവർ ബെഡ് എന്നുള്ള അറയിൽ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഈ 1 ഇൻസേർട്ട് ചെയ്യല്ല, റീപ്ലേസ് ചെയ്യണം. സോ ഈ സീറോസിനെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, ഇപ്പോൾ ഇതിന്റെ ആൻസർ സിമ്പിൾ ആണ്. ഈ 1 എടുത്തിട്ട് ഈ 0ന്റെ അങ്ങോട്ട് ഇടുക. സോ ദാറ്റ് 1 0 1 0 1 ആവും. ഇപ്പോ ഈ റീപ്ലേസ് ചെയ്യുമ്പോൾ ലൈക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ രണ്ടും 0 ആകണം. ഈ 0ന്റെ അർത്ഥം അവിടെ ഫ്ലവർ ബെഡ് ഇല്ല എന്നും 1ന്റെ അർത്ഥം അവിടെ ഫ്ലവർ ബെഡ് ഉണ്ട് എന്നാണ്. ഇപ്പൊ ഒരു ഫ്ലവർ ബെഡ് ഉണ്ട്, ഒന്നുമില്ല, ഫ്ലവർ ബെഡ് ഉണ്ട്, ലൈക്ക് 1 ഇവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ ബെഡ് ഇല്ല, പിന്നെ ഫ്ലവർ ബെഡ് ഉണ്ട്, അങ്ങനെ. അപ്പൊ ഇത് പറ്റുമോ എന്നാണ്. ഇത്ര നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ അടുത്ത ഇതിൽ ടെസ്റ്റ് കേസിൽ ഇതിൽ 2 ആണുള്ളത്. അപ്പൊ ഇത് പറ്റില്ല. ബിക്കോസ് 1 ഇവിടെ ഇൻസേർട്ട് ചെയ്യുക, ഓക്കെ, അത് പറ്റും. അതിനുശേഷം n = 1 ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. n = 2 ആയിരുന്നു ആദ്യം. അപ്പോ ഇവിടെ 1 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ n = 1 ആയി. ഓക്കെ, ഇപ്പോ അതേ സംഭവം ഞാൻ ഇതിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോ ഇതില് ഈ n 1 ആവും വെൻ ഈ സംഭവം വിൽ ബി 1. ഓക്കെ, ബട്ട് പിന്നെ n 0 ആവില്ല. വേറെ എവിടെയും റീപ്ലേസ് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും 0 റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസന്റ് ഉള്ളത് 1 ആവും, വർക്ക് ആവില്ല. സോ ഇത് ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫോൾസ് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീഡി ആയി? ഐ മീൻ ഗ്രീഡി ആയി എന്ന് പറയുമ്പോൾ ഇപ്പൊ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മാക്സിമൈസും മിനിമൈസും ഒന്നും ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, റിട്ടേൺ ട്രൂ ഇഫ് n new flowers can be planted in the flower bed without violate. ഓക്കെ, ഇല്ല. മാക്സിമൈസേഷൻ മിനിമൈസേഷൻ പ്രോബ്ലം ആണ്, ബട്ട് ഇതിലില്ലെങ്കിലും കൂടി നമ്മളത് മനസ്സിലാക്കണം. ലൈക്ക് ഫുൾ അല്ലെ, എൻഡിൽ എന്താ വേണ്ടത്? ഈ എന്നിനെ ഗ്രീഡിലി എവിടെയെങ്കിലൊക്കെ പ്ലേസ് ചെയ്യണം, എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം. ആൻഡ് വിത്ത് എ കണ്ടീഷൻ ദാറ്റ് അഡ്ജസെന്റില് 0s ആവണം, എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം. അപ്പോ അത് ഒരു രീതിയിൽ ഗ്രീഡി ആയി മാറിയല്ലോ. അത് അങ്ങോട്ട് ഓക്കെ. ട്രൂ ആവണ എക്സാമ്പിൾ വുഡ് ബി 1 0 0, പിന്നെ n = 1. ഓക്കെ, ലെറ്റ്സ് സേ നമ്മൾ ഐ ഇവിടെ പോയിന്റ് ചെയ്യാന്ന്. ഐ ഇവിടെ പോയിന്റ് ചെയ്യുന്നു. അപ്പൊ കണ്ടീഷൻ നമ്മൾ ആദ്യം തന്നെ ഓർത്ത് വെക്കണം. i - 1 എലമെന്റ് പിന്നെ i + 1 എലമെന്റ് ഷുഡ് ബി എന്ത് 0 ആവണം. ഓൾസോ അത് മാത്രമല്ല, ith എലമെന്റും 0 ആവണം. അതും ഓർത്ത് വെക്കണം. എന്താ വെച്ചാൽ ഫ്ലവർ ഉള്ള സ്ഥലത്ത് പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ലാത്ത സ്ഥലത്തല്ലേ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഐ ഇവിടെ എത്തി. ഈ കണ്ടീഷൻസ് മാച്ച് ചെയ്യുന്നുണ്ടോ? ഈ കണ്ടീഷൻസ് മാച്ച് ചെയ്യണില്ല. സോ എന്തായി? ഐ ഇവിടെ പോയി. ഇവിടെ എന്ത് വന്നു? i - 1 എലമെന്റ് 0 അല്ല. സോ ആ കണ്ടീഷൻ മാച്ച് ചെയ്യണില്ല. ഐ ഇവിടെ എത്തി.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ i-1 എലമെന്റ് 0 ആണ്, i+1 എലമെന്റ് 0 ആണ്, ith എലമെന്റും 0 ആണ്. സോ എന്തായി? കണ്ടീഷൻ മാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ മാറ്റിയിട്ട് നമ്മൾക്ക് 1 ആക്കണു, 1 ആക്കണു. ആൻഡ് ഇതിനെ മാറ്റിയിട്ട് നമ്മൾ ഐ ഗസ് n മൈനസ് ഈക്വൽ ടു 1 ചെയ്യുമ്പോൾ ഈ ഒരു ഇത് യൂസ് ചെയ്താൽ മതി. കോഡ് ലാംഗ്വേജിൽ ഇത് ഇങ്ങനെയാണ്. അപ്പം ഇത് 0 ആവണം. പിന്നെ i ഇവിടേക്ക് പോയി, കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല. i ഇവിടേക്ക് പോയി, കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല. അപ്പോൾ i പിന്നെ പുറത്തേക്ക് ചാടി എന്തെങ്കിലും ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ എൻഡ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നോക്കണു ഇഫ് നമ്മൾ n ഈക്വൽ ടു 0 ആണോ, അത്രേ ഉള്ളൂ. ആണെങ്കിൽ ദെൻ ട്രൂ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല സിമ്പിളാണ്. ഇത് ഗ്രീഡി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക, ബിക്കോസ് ഒരു കണ്ടീഷനും ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ഐ ഗസ് ഈ ഐൻ്റെ തന്നെ ആവും ഈ സ്റ്റെപ്പ്, ഐ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഗ്രീഡിയുടെ ക്വസ്റ്റ്യൻ. വേറെ ഉള്ളത് എനിക്ക് തോന്നുന്നു ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചാൽ മതി. ഗിവ് മീ 10 ഗ്രീഡി അൽഗോരിതം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്. പിന്നെ ഇതിന്റെ ആ ഒരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു പോയിന്റ് ഒക്കെ ഇല്ലേ, ഫൈൻഡിങ് ലോക്കൽ ഒപ്റ്റിമം സ്റ്റെപ്സ് ലീഡ് ടു ഗ്ലോബലി ഒപ്റ്റിമം സൊല്യൂഷൻ, ഇത് ആൻഡ് മിനിമൈസേഷൻ മാക്സിമം, ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഒരാളുടെ വീഡിയോ ഇടാം. അത് കണ്ടാൽ നിനക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഇതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഗ്രീഡിയുടെ. ഇത് ആള് പറയുമ്പോൾ ബെറ്ററേ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി. എന്തുകൊണ്ട് ഗ്രീഡി യൂസ് ചെയ്യണു ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ഇതിന്റെ ഇപ്പോൾ ടൈം കോംപ്ലക്സിറ്റി O(n) ആണ്. നമ്മൾ ആ ഫ്ലവറിന്റെ ക്വസ്റ്റ്യൻ, സോറി, ബൈയിങ് ആൻഡ് സെല്ലിങ് സ്റ്റോക്സ്, അതിന്റെ എന്തായിരുന്നു 715 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വേറെ നമ്മൾ ലാസ്റ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 7 ഔട്ട്പുട്ട് ആയിട്ട് റിട്ടേൺ ചെയ്തത്. അതെങ്ങനെ 5 - 1 4ഉം പിന്നെ 6 - 3 3, ഇത് രണ്ടെണ്ണം പ്ലസ് ചെയ്തപ്പോൾ ലാസ്റ്റ് 7 വന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ശരിക്കും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഫോർ ലൂപ്പ് ഔട്ടർ ലൂപ്പും പിന്നെ ഒരു ഫോർ ലൂപ്പ് ഇവിടെയും ഇങ്ങനെയും ചെയ്യായിരുന്നു. വേറെ ഇപ്പോ എങ്ങനെ പറയാ, ഇവിടെ ഐ ഇവിടെ കൊടുക്കുക, ഐ ഇവിടെ കൊടുത്ത ശേഷം എന്താ ഐ എന്നുള്ള ഓരോരോ ഇങ്ങോട്ടുള്ളത് മൈനസ് ചെയ്യുക, പിന്നെ ഇത് മൈനസ് ചെയ്യുക, പിന്നെ ഇത് മൈനസ് ചെയ്യുക, പിന്നെ ഇത് മൈനസ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ ഐ ഇവിടെ കൊടുക്കുക, പിന്നെ ഇത് മൈനസ് ചെയ്യുക, അങ്ങനെയും ചെയ്യായിരുന്നു. അത് മൈനസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ബെസ്റ്റ് ഒക്കെ കിട്ടിയിട്ട് അത് എല്ലാം സം ചെയ്താലും ഇതിലേക്ക് തന്നെ എത്തും. അങ്ങനെയും ചെയ്യായിരുന്നു. ബട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇതിനെല്ലാം ഈ സോറി 1നുള്ള ശേഷം 5 ഓരോത്തിനും പോവാന്നൊക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും, ഒരു ഔട്ടറും ഒരു ഇന്നറും. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി O(n)² ആവും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ലൈക്ക് O(n) ഗ്രീഡി ആൽഗോരിതം ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്തത്. അതായിരുന്നു ഈ സിറ്റുവേഷനിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ്. O(n) ടൈം കോംപ്ലക്സിറ്റി. ഓൾറൈറ്റ്, അത്രേ ഉള്ളൂ.